കേരളം. പല പ്രമുഖ വ്യക്തികളുമായി സംസാരിക്കുമ്പോഴാണ് നമ്മൾ അതുവരെ അറിയാതിരുന്ന മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നത്. നമുക്കതൊരു പുതിയ അനുഭവം കൂടിയായിരിക്കും. നമസ്തേ കേരളത്തിൽ ഇന്ന് അത്തരം വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ അല്ലെങ്കിൽ അനുഭവങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പം ഒരു അതിഥിയുണ്ട്. നമസ്കാരം. നമസ്തേ കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമസ്തേ കേരളത്തിൽ ഇന്ന് നമ്മുടെ അതിഥി മിസ്റ്റിക് സാഹിത്യത്തിലും സൂഫി രചനകളിലും സവിശേഷ രചന നടത്തുന്ന സിദ്ദിഖ് മുഹമ്മദാണ്. സിദ്ദിഖ് മുഹമ്മദിനെ നമസ്തേ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം തന്നെ ഞാൻ സൂഫിസത്തെക്കുറിച്ച് പ്രേക്ഷകർക്കായി രണ്ടുവരി. നിശബ്ദ രാഗങ്ങളുടെ അത്യഗാധമായ സ്വരവിന്യാസമാണ് സൂഫിസം. സൂഫിസത്തിന്റെ അനുമേയ പ്രയാണം ദിവ്യ പ്രണയത്തിന് പ്രണാമം അർപ്പിക്കുന്നു. ആകാശം പൂക്കൾ വർഷിക്കുന്ന സൂഫിയുടെ വഴിത്താര മൗനത്തിന്റെ സ്വരലയമാണ്. അവിടെ വാക്കുകൾ അപ്രത്യക്ഷമാകുന്നു, പിന്നെ മൗനവും. ആത്മാവിന്റെ ഉദ്യാന വഴിയിൽ സൂഫിസം പൂവിടർത്തുമ്പോൾ ജ്ഞാനവസന്തം വിരുന്നെത്തുകയാണ്. പൂവും പക്ഷിയും കാറ്റും കടലുമെല്ലാം രാഗാർദ്രമായി ആലപിക്കുന്നു. വാക്കുകളില്ലാത്ത ആ ദിവ്യാനുഭൂതിയുടെ അനുഭവതലത്തെ പദവിന്യാസത്തിന്റെ അത്യപൂർവ മാന്ത്രികതയ്ക്ക് മാത്രമേ ഹൃദയാന്തരങ്ങളിലേക്ക് വിനിമയം ചെയ്യാനാവൂ. ആത്മീയമായ പുഷ്പങ്ങൾ സൗരഭം പരത്തുമ്പോൾ പ്രണയാർദ്രമായി കാത്തിരിക്കുന്ന ഹൃദയങ്ങളിലേക്ക് അവ പരിലസിക്കുന്നു. സൂഫിസത്തെക്കുറിച്ച് പഠിക്കുക എന്നത് അന്ധൻ പുൽമേടുകളോ ജലപ്രവാഹമോ തൊട്ടറിയാൻ ശ്രമിക്കുന്നത് പോലെയാണെന്ന് അൽ ഗസാലി പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ തുടങ്ങാം. ശരിയാണോ? വളരെ ശരിയാണ്. സൂഫിസം വായനക്കും പഠനത്തിനും അപ്പുറത്തുള്ള ഒരു ആത്മാനുഭവത്തിൻ്റെ, ആത്മവിദ്യയുടെ, ആത്മജ്ഞാനത്തിൻ്റെ ഒരു സവിശേഷമായ വിധാനമാണ് സൂഫിസം. സാധാരണ അറിവുകളെക്കുറിച്ച് 5 വിധത്തിൽ പറയാറുണ്ട്. ഏതൊരു വിഷയത്തിനും 5 തലങ്ങൾ ഉണ്ടെന്നാണ് പറയുക. ഡാറ്റ, ഇൻഫർമേഷൻ, നോളജ്, വിസ്ഡം ആൻഡ് നോസിസ്. ഇങ്ങനെ 5 തലങ്ങൾ പറയാറുണ്ട്. ഏതൊരു വസ്തുവിൻ്റെ ഏറ്റവും ബേസിക്കായുള്ള വസ്തുതയാണ് ഡാറ്റ എന്ന് പറയുന്നത്. അതിന് തൊട്ട് മുകളിലാണ് ഇൻഫർമേഷൻ, എന്താണ് എന്നുള്ള അതിൻ്റെ വിവരം മലയാളത്തിൽ. അതിനും മീതെ നോളജ് എന്ന് പറയും. ശരിക്കും അതിൻ്റെ അറിവാണ്. ഇത്രയും തലങ്ങളെ നമുക്ക് വായനയിലൂടെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ജ്ഞാനം. അതിനപ്പുറത്ത് വിസ്ഡം എന്ന് പോകുമ്പോൾ ഒരു ഫിലോസഫിയുടെ ഒരു മനനത്തിൻ്റെ സ്ഥലമാണ്. മനനം ചെയ്യുമ്പോൾ അകത്തുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള തലങ്ങൾ പുറത്തു വരുള്ളൂ. അതിനപ്പുറത്തുള്ള ആത്മവിദ്യയാണ് നോസിസ് എന്ന് പറയും. GNOSIS, നോസിസ്. ഇത് യഥാർത്ഥത്തിൽ ഒരു ധ്യാനത്തിൻ്റെ തലമാണ്. അതിനാണ് ധ്യാനത്തിൻ്റെ ഒരു ധ്യാനാത്മക തലത്തിന് മാത്രമേ സൂഫിസത്തെ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനിലേക്ക് എത്തിക്കാൻ പറ്റും. അതിലേക്കുള്ള വഴിയാണ് ഇതെല്ലാം. വായന വഴിയാണ്. ത്യാഗത്തിൻ്റെ വഴിയിൽ പോകുന്ന ആളുകളുണ്ട്, സംഗീതത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരുണ്ട്, കലയുടെ, ഇതിലൊക്കെ പോകാം. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ അനുഭവിച്ചറിയണമെങ്കിൽ അതൊരു ധ്യാനാത്മകമായ ആത്മാവിൻ്റെ ഒരു സവിശേഷ തലത്തിന് മാത്രമേ അതറിയാൻ പറ്റൂ. അതുകൊണ്ടാണ് അൽ ഗസാലി വലിയൊരു ഫിലോസഫറായിരുന്നു, അതുപോലെ തന്നെ മഹാസൂഫിയായിരുന്നു. എല്ലാം ജ്ഞാനത്തിൻ്റെ ഒരുപാട് 400ഓളം പുസ്തകങ്ങൾ എഴുതിയ ആളായിരുന്നു. അപ്പോൾ അദ്ദേഹം അത് അറിഞ്ഞ് പറയുകയാണ്, വായിച്ച് പഠിക്കുന്നവൻ യഥാർത്ഥത്തിൽ അന്ധൻ പുൽമേടുകളോ ജലപ്രവാഹമോ തൊട്ടറിയാൻ ശ്രമിക്കുന്ന പോലെയാണ്. അന്ധനൊരിക്കലും അതിൻ്റെ യഥാർത്ഥ ലാവണ്യം, അതിൻ്റെ മനോഹാരിത അറിയാൻ പറ്റില്ല. അതറിയണമെങ്കിൽ കാഴ്ച വേണം. കണ്ണ് തുറന്നവന് മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ കണ്ണ് തുറക്കണമെങ്കിൽ ധ്യാനാത്മകമായ അകക്കണ്ണ് തുറക്കലാണ് ധ്യാനം. നമുക്ക് അകത്തേക്ക് പോയിട്ട് അകത്തുനിന്ന് പ്രകാശിതമാകുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ധ്യാനം. ആ ധ്യാനാത്മകതയ്ക്ക് മാത്രമേ അറിയാൻ പറ്റൂ. പക്ഷേ ഈ വായനക്കും കവിതയ്ക്കും സംഗീതത്തിനും അതിലേക്കുള്ള വഴി തുറക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ 3 തലങ്ങളിലൂടെ പോയവനാണ് 5ാമത്തെ തലത്തിൽ തന്നെ. അതൊന്നുമില്ലാതെ പറന്നെത്താൻ പറ്റുന്ന സാഹചര്യവും ആത്മവിദ്യയുണ്ട്. കാരണം പഴയ പ്രാചീന ഋഷീശ്വരന്മാരൊന്നും പഠിച്ചിട്ടോ വായിച്ചിട്ടോ ഒന്നുമല്ല. അത് അവരുടെ ആത്മാനുഭവത്തിൻ്റെ ലോകത്തിലൂടെ മാത്രം സഞ്ചരിക്കുന്നവനുള്ളിൽ അതിൻ്റെ യഥാർത്ഥ പ്രകാശനങ്ങൾ സംഭവിക്കും. അതോടൊപ്പം തന്നെ ഇതൊരു പഠന വിധേയമാക്കുകയാണെങ്കിൽ പലപ്പോഴും കുട്ടികളെ സ്വർഗം പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നു, അല്ലെങ്കിൽ നരകം പറഞ്ഞ് പേടിപ്പിക്കുന്നു. ശരിക്കും ഇതൊരു പ്രണയാർദ്രമായ ഒന്നല്ലേ? ആണ്. യഥാർത്ഥത്തിൽ മതത്തിൻ്റെ സത്ത, മതത്തിനൊരു ആത്മാവുണ്ട്. എല്ലാ മതത്തിനും അതിനൊരു ബോഡിയുണ്ട്. ഈ അനുഷ്ഠാനങ്ങളുടെ, ആചാരങ്ങളുടെ ഒരു ലോകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബോഡിയാണ്. എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു മതദർശനങ്ങളെല്ലാം സമ്മാനിച്ചത് അതിന് ആത്മാവിനോടൊപ്പം തന്നെ അതിൻ്റെ ശരീരമുണ്ട്. പിൽക്കാലത്ത് എന്ത് സംഭവിച്ചു വെച്ചാൽ ഈ വലിയ മഹത്തുക്കളായ പ്രവാചകന്മാരും സൂഫികളും ഋഷീശ്വരന്മാരൊക്കെ കൊടുത്തത് എന്ത് സംഭവിച്ചു വെച്ചാൽ അതിൻ്റെ പിൽക്കാലത്ത് വന്ന് അത് ഏറ്റെടുത്ത പൗരോഹിത്യ വർഗം
അതിൻ്റെ ബോഡി മാത്രം എടുത്തു, അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ, അതിൻ്റെ നിയമങ്ങൾ, നിയമാനുഷ്ഠാനങ്ങളുടെ ലോകത്തെ മാത്രം കൊടുത്ത് ഇതാണ് മതം എന്ന് പറയുകയും അതിൻ്റെ ആത്മാവിൻ്റെ ഒരു സത്തയുണ്ട്. ഇതിൻ്റെ ആത്മാവാണ് യഥാർത്ഥത്തിൽ ദൈവത്തിലേക്ക് നയിക്കുന്ന ദിവ്യപ്രണയത്തിൻ്റെ ആ സ്നേഹം കൊണ്ട് മാത്രം, ആ ദിവ്യപ്രണയത്തിൻ്റെ തീഷ്ണതയിൽ നിന്ന് മാത്രമാണ് ഈ കർമ്മങ്ങളും ഇതെല്ലാം ഉണ്ടാകുന്നത്, അത് വരുന്നത്. പക്ഷേ ഇവരെന്ത് ചെയ്തു, അതിൻ്റെ അനുഷ്ഠാനങ്ങളെ നിർബന്ധിതമാക്കാൻ വേണ്ടിയിട്ട് അവർ പേടിപ്പിക്കുകയും പ്രലോഭിപ്പിക്കുകയും ചെയ്തു. പേടിപ്പിക്കുകയും പ്രലോഭിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകാം. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയോട് ചിലപ്പോൾ അതൊരു തെറ്റ് ചെയ്യുമ്പോൾ പാടില്ല, കണ്ണുരുട്ടേണ്ട സ്ഥലം ഉണ്ടാവും, ഈ മിഠായി കൊടുക്കേണ്ട സ്ഥലം ഉണ്ടാവും. പക്ഷെ അവൻ വളരുന്ന അവൻ്റെ ഒരു ആത്മവികാസത്തിൻ്റെ ലോകത്തേക്ക് എത്തുമ്പോൾ അവൻ അതിനപ്പുറം പോകും. അപ്പുറം പോകുന്നവന് അതിൻ്റെ യഥാർത്ഥ സ്പിരിറ്റ് കൊടുക്കണം. യഥാർത്ഥ സ്നേഹത്തിൻ്റെ സ്പിരിറ്റിന് മാത്രമേ ഏതൊരു മനുഷ്യനെ അത് യഥാർത്ഥത്തിൽ അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. പേടിപ്പിക്കലിനും പ്രലോഭനത്തിനൊക്കെ പരിധികളുണ്ട്, പക്ഷെ അതൊരു പരിധി വരെ ആവശ്യമാണ് എന്നും നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് റൂമിയിലേക്ക് വരാം. ശരിക്കും ഗുരു നിത്യചൈതന്യതിയിലൂടെയാണ് റൂമിയെ കൂടുതൽ ആൾക്കാർ മലയാള സമൂഹം യഥാർത്ഥത്തിൽ അറിഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ച് ജലാലുദ്ദീൻ റൂമി ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ലോകത്ത്, എൻ്റെ സൂഫി സഞ്ചാര പ്രയാണത്തിൽ എൻ്റെ ആത്മഗുരുവാണ്, ആത്മീയ മാർഗദർശിയാണ്. എല്ലാ കാലത്തുമുള്ള മാനുഷികത്തിന് മാർഗദർശനം ചെയ്യാൻ അപാര സിദ്ധിയുള്ള ആളാണ് ജലാലുദ്ദീൻ റൂമി. അദ്ദേഹം പേർഷ്യയിലെ ബൽക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് 1207 ജനിക്കുന്നത്. 273 അന്തരിക്കുകയും ചെയ്തു. അതിനിടെയുള്ള കുറഞ്ഞ കാലത്തിനടുക്ക് അദ്ദേഹം ലോകത്തിന് വേണ്ടി വലിയൊരു സംഭാവനയാണ്. മസ്നവിയെ മാനവി എന്ന് പറഞ്ഞിട്ടൊരു മഹാഗ്രന്ഥമുണ്ട്, 4 വാല്യങ്ങളുള്ള മഹാഗ്രന്ഥം. ആ ഗ്രന്ഥത്തിലൂടെയും അദ്ദേഹത്തിൻ്റെ ഗുരുവായ ഷംസ് തബ്രീസ് എന്ന് പറഞ്ഞ നാടോടിയ ഒരു ഗുരു ഉണ്ടായിരുന്നു. ആ ഗുരുവിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ മാറ്റങ്ങൾ വരുന്നത്. ഒരു പണ്ഡിതനായിരുന്ന റൂമി ഒരു സൂഫിയാക്കി മാറ്റി, സൂഫിസത്തിൻ്റെ ആഴങ്ങളിൽ ചെന്നിട്ട് ഒരു അപാരമായ ഒരു ദർശനം, അദ്ദേഹം ലോകത്തിന് സമ്മാനിച്ച ദർശനം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ദർശനമാണ്. ലോകത്തിൻ്റെ സ്നേഹവാദി, പ്രണയവാദി എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ പറയും. കാരണം ലോകത്തിന് പൂർവമായ ദൈവികതയിലേക്കുള്ളൊരു സഞ്ചാര വഴി ഒരുക്കിയത്. ഇപ്പോഴും ഇന്ന് ലോകത്ത് അമേരിക്കയിലും വെസ്റ്റേൺ കൺട്രീസിലും സൂഫിസത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്നത് റൂമിയാണ്. റൂമി വായിക്കപ്പെടാനുള്ള കാരണം റൂമിയിലുള്ള ഓരോ വരികളും, റൂമി പറയുന്ന ഓരോ മൊഴികളും നമുക്കൊരു ദിവ്യപ്രകാശത്തിൻ്റെ ഒരു ബോധം, ഒരു വല്ലാത്തൊരു ഉദ്ബോധനം ഉള്ളിലേക്ക് തരും. അത്രയും അപാരമായ സ്ഥിതിയുള്ള ആളാണ് റൂമി. ആ റൂമിയെ മലയാളത്തിന് ഇത്ര മനോഹരമായി പരിഭാഷപ്പെടുത്തി കൊടുത്ത ആള് ഗുരുനിത്യതി പറയുന്നുണ്ട്. അദ്ദേഹം 43 വർഷത്തോളമായി അദ്ദേഹം ഒരിക്കലും മസ്നവിയെ വിട്ടുപിരിഞ്ഞ് ജീവിച്ചിട്ടില്ല. എല്ലാ ദിവസവും മസ്നവിയോടൊപ്പമാണ്. കാരണം മസ്നവിയിൽ നിന്ന് ഓരോ ദിവസവും ഓരോ ദർശനങ്ങൾ കിട്ടും. അത് അദ്ദേഹത്തിൻ്റെതായ രീതിയിലൂടെ ഭാഷാന്തരം, അത് യഥാർത്ഥ ഭാഷാന്തരമല്ല, അത് ഒരു തരം എന്താ പറയുക, ഒരു പുനരാവിഷ്കരണമാണ് അദ്ദേഹത്തിൻ്റെ മസ്നവി. പക്ഷെ അതിലൂടെയാണ് ലോകം, മലയാള സമൂഹം റൂമിയുടെ മഹത്വത്തെ അറിഞ്ഞത്. അവിടുന്ന് പിന്നീട് പിൽക്കാലത്ത് ഒരുപാട് രചനകളും പരിഭാഷകളും വന്നു. ഞാനും അതിൽ കുറച്ച് ഭാഗങ്ങൾ പരിഭാഷപ്പെടുത്തി. റൂമി മസ്നവി മുഴുവൻ പരിഭാഷപ്പെടുത്തുന്ന ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ ഇതിൽ അത് മസ്നവി മുഴുവനായും മലയാളത്തിലേക്ക് ഭാഷാന്തരപ്പെടുത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട്. റൂമിയെ ഏറ്റവും പൂർണ്ണമായി മലയാളത്തിനും ലോകത്തിനും അറിയിച്ചു കൊടുക്കാൻ നമ്മളാൽ കഴിയുന്ന, അതുപോലെ റൂമിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രം, ഒരു റൂമിയെ അറിയിച്ചു കൊടുക്കുന്ന ഒരു സ്നേഹദർശനത്തിൻ്റെ, അതിലേറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഈ ഒരു വല്ലാത്ത മതത്തിൻ്റെ ആളുകളെന്ന് പറയുന്നവർ ഒരു തീവ്രതയുടെയും ഒരു തരം ഭീകരതയുടെയും ഒരു ലോകത്തേക്ക് പുതിയ സമൂഹം നടക്കുമ്പോൾ അവരവിടുന്ന് ഒരു സ്നേഹദർശനത്തിൻ്റെ ഒരു ലാവണ്യാത്മകമായ ലോകത്തിൽ ഒരു സ്നേഹത്തിൻ്റെ മതം അവർക്ക് കൊടുക്കാൻ റൂമിയോളം ശേഷിയുള്ള പിൽക്കാലത്ത് മറ്റൊരാളില്ല. അപ്പോൾ റൂമിയുടെ ദർശനം ലോകത്തിന് സമ്മാനിക്കാൻ അങ്ങനെ കഴിയുന്നുള്ള, അതിനുവേണ്ടി പ്രവർത്തിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രയാണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം ആ രീതിയിൽ വരുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞു, ഈ ഗുരു നിത്യചൈതന്യതിയിലൂടെയാണ് ശരിക്കും ഇതിനെക്കുറിച്ച് അറിഞ്ഞത്. അതിനു മുമ്പ് നമ്മൾ സാധാരണക്കാരായ വായനക്കാർ അറിയുന്നത് ഒരുപക്ഷെ പെണ്ണെഴുത്ത്, ദളിത് സാഹിത്യം എന്നതുപോലെ ഇതൊരു ഇസ്ലാമികമായ ഒരു എഴുത്താണ് എന്ന്, അങ്ങനെ അല്ലായിരുന്നു? അങ്ങനെ കാരണം സൂഫിസം എന്ന് പറഞ്ഞ് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയൊരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, ലോകത്ത് മനുഷ്യനുണ്ടായ ആദിമ കാലം മുതൽ ആത്മാന്വേഷകരായ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ശരീരവും മനസ്സും ആത്മാവും ചേർന്നാണ്. അപ്പോൾ ആത്മാവ് എന്തിന് ഞാൻ ജനിച്ചു, എന്താണ് എൻ്റെ ജന്മലക്ഷ്യം, അതിനന്വേഷിക്കുന്ന മനുഷ്യൻ എല്ലാ കാലത്തും എല്ലാ ലോകത്തും എല്ലാ പ്രദേശത്തും ഉണ്ട്.
അപ്പോൾ ഓരോ പ്രദേശത്ത് വന്ന ഓരോ കാലഘട്ടത്തിൽ ജീവിച്ച 5000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലും ഈജിപ്തിലും ഗ്രീക്കിലും പല കാലങ്ങളിൽ ജീവിച്ച ആളുകൾ ആത്മാന്വേഷകർ. ആ ആത്മാന്വേഷകരുടെ ഒരു തുടർച്ച ഇസ്ലാമിക സമൂഹത്തിലേക്ക് വന്നപ്പോൾ, ഇസ്ലാമിക ധാരയിൽ വന്നപ്പോൾ അതൊരു സൂഫിസം എന്ന് പറഞ്ഞാൽ സഫ എന്ന് പറഞ്ഞ അറബി വാക്കെന്നാണെന്നാണ് 7ഓളം അഭിപ്രായങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം അത് വിശുദ്ധിയുടെ ആളുകളാണ്, ആത്മസമർപ്പണത്തിൻ്റെ ആത്മസംശുദ്ധിയുടെയും ആളുകളാണ് യഥാർത്ഥത്തിൽ സൂഫികൾ. ആ സൂഫികൾ ആ വഴി ഇസ്ലാമിക ധാരയിൽ വന്നപ്പോൾ സൂഫികളിൽ ആയി മാറി. അതിന് മുമ്പുള്ള ഇസ്ലാമിന് മുമ്പുള്ള സമൂഹത്തിൽ ഇതുപോലെ തന്നെ ഒരുപാട് ദർശനങ്ങൾ, ഇപ്പോൾ മിസ്റ്റിക്കുകളെല്ലാം ഈ ധാരയിൽ വരുന്നവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സെൻ മിസ്റ്റിക്കുകളായാലും ഹസിദുകളായാലും ഈ ഋഷി യോഗികളായ പരമ്പരകളിൽ ഇവരെല്ലാം ഇതെല്ലാം സൂഫി പാരമ്പര്യത്തിൻ്റെ ഓരോ കാലഘട്ടത്തിലുള്ള അവരിതിൻ്റെ പുരോഗാമികളാണ് ഇതെല്ലാം. അതുകൊണ്ട് സൂഫിസത്തിൽ വരുമ്പോൾ, പക്ഷേ കേരളത്തിലെ മുസ്ലിം സമൂഹം കുറച്ചുകൂടിയും അനുഷ്ഠാന നിയമത്തിൽ ഊന്നിയ ആളുകളാണ് അവർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ബോഡിയിലാണ് അവർ ഊന്നിയത്. പക്ഷെ കുറച്ച് ആളുകൾ മാത്രമേ ഇതിൻ്റെ ഒരു ആത്മാവിൻ്റെ അത് കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗമാണ്. അവർ വളരെ രഹസ്യമായ അവരുടെ ഒരു ലോകത്ത് മാത്രം കഴിഞ്ഞു, അതൊക്കെ അവരിൽ മാത്രമേ. പക്ഷെ ഈ കേരളീയ സമൂഹത്തിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ അത് കുറച്ചുകൂടി ഉണ്ടായിരുന്നു. അവർ കുറച്ചുകൂടി സംഗീതത്തിലും സാഹിത്യത്തിലും കലയിലും ഒക്കെ ഊന്നിയ സൂഫികളുടെ നമ്മൾ കാണാം. ഒരുപാട് സംഗീതജ്ഞന്മാരെ, മുസ്ലിങ്ങളായ മഹാസംഗീതജ്ഞന്മാരെ കാണാം. ബിസ്മില്ലാ ഖാനെ പോലെയുള്ള അള്ളാരൊക്കെ ഇവരൊക്കെ അത്രയും കാണാം. കാരണം പക്ഷേ ഈ സമൂഹത്തിൽ നമുക്ക് വളരെ കുറവായിരുന്നു ഇത് കൊടുത്ത സംഗീതവും ഇതൊക്കെ. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ സൂഫി സമൂഹത്തിൻ്റെ സൂഫി ദർശനത്തിൻ്റെ ഒരു സാക്ഷാത്കാരം ഉണ്ടാകുന്നതിന് ഒരു അനുഷ്ഠാന നിയമത്തിൻ്റെ ലോകത്ത് മാത്രം ജീവിച്ച ഒരു പൗരോഹിത്യ സമൂഹം അതിനെ പല ഘട്ടങ്ങളിൽ തടഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറി കേരളീയ സമൂഹത്തിൻ്റെ പൊതുധാരയോട് ചേർന്ന് നിൽക്കുന്ന, പൊതുധാരയ്ക്ക് മനസ്സിലാകുന്ന രീതിയിൽ സൂഫിസത്തെ അവതരിപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ടാണ് അത് മറ്റതായി ചെയ്യപ്പെട്ടത്, വ്യാഖ്യാനിക്കപ്പെടാനുള്ള കാരണം. അതോടൊപ്പം തന്നെ ഈ കവി കരോതി കാവ്യാനി രസം ജ്ഞാനാദി പണ്ഡിത എന്നാണ് പറയുന്നത്. കവിയുടെ ജോലി കവിത ചമയ്ക്കുക എന്നുള്ളതാണ്. അതിൽ രസം കണ്ടെത്തുന്നത് നിരൂപകരാണ്, വിമർശകരാണ്. ഇതിന്റെ നിരൂപകരാരൊക്കെ? യഥാർത്ഥത്തിൽ സൂഫിസം, ഞാൻ ഈ പുസ്തകം ഇറങ്ങിയിട്ട് 2010 സൂഫിസത്തെക്കുറിച്ച് ഒരു സമഗ്രമായ രചന ഇറങ്ങുന്നത്. എൻ്റെ അത് 2003 റൂമിയുടെ കൃതി വന്നിട്ടുണ്ട്. അതിൻ്റെ 3ാമത്തെ എഡിഷനാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. ഇത് വന്നതോട് കൂടിയിട്ട് എനിക്ക് ഒരുപാട് കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു പല ഭാഗത്ത്. അതിലേറ്റവും കൂടുതൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ, ഇതിന് ആഴത്തിൽ മനസ്സിലാക്കുന്നവർ, സന്യാസിമാരായ ആളുകൾ, ക്രിസ്ത്യൻ ലോകത്തു നിന്നുള്ള ആളുകൾ, മുസ്ലിങ്ങളായ ഒരു പൊതുധാരയിൽ ചിന്തിക്കുന്ന ആളുകൾ, പിന്നെ സന്യാസത്തെയും ഓഷോയെയും അതുപോലെ നിത്യചൈതന്യതയും ഇങ്ങനെ അറിയുന്ന ഒരു മഹാസമൂഹം ഇതിനിടയിലുണ്ട്. നമ്മൾ പൊതുധാരയിൽ കാണുന്ന പത്രമാധ്യമങ്ങളിൽ കാണുന്ന ഒരു സമൂഹത്തിനപ്പുറത്ത് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ആത്മാന്വേഷണത്തിൻ്റെ ഒരു തരം വിത്തുകളുള്ള ഒരു വലിയ സമൂഹം ലോകത്തുണ്ട്. അതിന് മതാതീതമായ ഒരു സമൂഹം, അതിനപ്പുറം ചിന്തിക്കുന്ന, സാധാരണ പൗരോഹിത്യ സമ്മാനിക്കുന്ന ദർശനത്തിനപ്പുറം ചിന്തിക്കുന്ന ഒരു വലിയ സമൂഹം ഈ ലോകത്തുണ്ട്. അതിലൊരു വലിയൊരു വിഭാഗം ഇതിനെ ആസ്വദിക്കുകയും അതിനെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രേരണയിലാണ് എനിക്ക് ഇനിയും എഴുതാനും അതിലൂടെ സഞ്ചരിക്കാനുള്ള വലിയൊരു സാധ്യത എനിക്ക് സമ്മാനിച്ചു കിട്ടിയത്. സൂഫി വനിതകളെ കുറിച്ച്? സൂഫി വനിതകൾ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥവും ഞാൻ രചിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായ റാബിയ 817 ബസ്രയിൽ ജനിക്കുന്നത്. AD 817. അപ്പം അത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച റാബിയയുടെ വലിയൊരു പ്രാർത്ഥനയുണ്ട്. റാബിയ പറയുന്നുണ്ട്, ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന, അല്ലെ നിന്നെ ആരാധിക്കുന്നത് നിന്റെ സ്വർഗത്തെ മോഹിച്ചിട്ടാണെങ്കിൽ നീ എന്നെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു. നിന്റെ നരകത്തെ പേടിച്ചിട്ടാണെങ്കിൽ നീ എന്നെ നരകത്തിലിട്ട് ഭസ്മീകരിച്ച് കളഞ്ഞു. പക്ഷെ ഞാൻ നിന്റെ പ്രണയത്തെ, നിന്റെ ദർശനം മാത്രമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നീ എൻ്റെ മുന്നിലും തടഞ്ഞു വെക്കല്ലേ എന്ന് പറഞ്ഞ റാബിയ ഇസ്ലാമിക ലോകത്ത് വന്ന, അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിലൂടെ വന്ന സൂഫി ആചാര്യന്മാരുടെ ആദ്യ പരമ്പരയിൽ വരുന്ന ആളാണ്. അവർ ലോകത്തിന് ഇന്നും ഒരുപാട് പേര് റാബിയയിൽ അനുരക്തരായ ആളുകളാണ്. റാബിയയുടെ ആ ദിവ്യ പ്രണയത്തിൻ്റെ മാസ്മരികതയാണ്. ഓഷോ പറയുന്നുണ്ട്, ദ മോസ്റ്റ് പ്രഷ്യസ് വുമൺ എവർ ബോൺ എന്നാണ് പറഞ്ഞത്. ലോകത്ത് ജനിച്ചതിൽ ഏറ്റവും അമൂല്യയായ വനിതയാണെന്ന് പറയുന്നുണ്ട് റാബിയെക്കുറിച്ച്. ഒരുപാട് പേര് റാബിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ തെരേസയും മീരയും ഒക്കെ പോലെ ഇസ്ലാമിക സമൂഹം, സൂഫി സമൂഹം അങ്ങനെ തന്നെ പറയുന്നുണ്ട്. മീര ഓഫ് ഇസ്ലാം എന്നാണ് പറയുന്നത്. ഈ ഇന്ത്യൻ ചിന്തകർ അതിനെക്കുറിച്ച് പഠിച്ച് തെരേസ ഓഫ്
മുസ്ലിം തെരേസ എന്ന് പറയുന്നുണ്ട്, തെരേസ ഓഫ് ആവിലയിലെ തെരേസയെക്കുറിച്ച്. അപ്പോൾ ഈ ഇത്രയും ആഴത്തിൽ ദിവ്യപ്രണയത്തിൻ്റെ സമ്മാനിച്ചു കൊടുത്ത റാബിയ, ആ റാബിയയുടെ പരമ്പരയിൽ ഒരുപാട് സൂഫി സ്ത്രീകൾ, സൂഫി വനിതകൾ ഇസ്ലാമിക ലോകത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ എന്ത് സംഭവിച്ചു വെച്ചാൽ മുസ്ലിം ഒരു ചരിത്ര ദർശനത്തിൻ്റെ, ചരിത്ര രീതിയുടെ ഒരു മെത്തഡോളജി ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവരും യവനികൾക്ക് അപ്പുറത്തായിപ്പോയി. അതിനെ തുറന്നു കാണിക്കാൻ അപൂർവമായിട്ട് സുലമിയെ പോലുള്ള ആളുകളാണ് പിന്നീട് അത് ആ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത്. അതിനെയും പുതിയ സമൂഹത്തിന് മറ്റെല്ലാം ലോകത്തിന് സമ്മാനിക്കുമ്പോൾ, ലോകം ഇങ്ങനെ വളരെ തുറന്ന പുസ്തകം പോലെ അറിയുമ്പോൾ ഈ സമൂഹം ഇപ്പോഴും മറയ്ക്കപ്പുറത്തിരിക്കുകയാണ്. അതിന് സമൂഹത്തിൻ്റെ ഒരു ആധ്യാത്മിക ധാരയിൽ സൂഫി വനിതകൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്, ഇപ്പോഴും വഹിക്കുന്നുണ്ട് എന്ന് ലോകം അറിയേണ്ടതുണ്ട് എന്ന് തോന്നിയപ്പോഴാണ് അതുകൂടി എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത്. പ്രശസ്ത സാഹിത്യകാരി മാധവിക്കുട്ടി അവസാന നാളുകളിൽ കമലാ സുരയ്യ എന്ന പേരിൽ ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി. അവരുടെ ഇതിന് സൂഫി ദർശനങ്ങൾ എപ്രകാരമായിരുന്നു? എനിക്ക് അവരൊരു കവിയാണ് യഥാർത്ഥത്തിൽ. കവിയും മിസ്റ്റിക്കും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെക്കുറിച്ച്, മിസ്റ്റിക് ഒരു ആത്മാനുഭവത്തിൻ്റെ ലോകത്ത് ജീവിക്കുന്ന, ആത്മാനുഭവങ്ങളുടെ ഒരു പ്രണയധാര പൂർണ്ണമായും ലഭിച്ചവരാണ് റാബിയെ പോലുള്ള സമൂഹം. ഇവര് ആ കവിത്വത്തിൻ്റെ, കവിതയുടെ വിഭാവനയുടെ ഏതോ ഒരു പരിധിയിൽ ആയിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം റാബിയെ പോലുള്ള ഒരു സാധ്യത അവരിലുണ്ടായിരുന്നു, അപാരമായ സാധ്യത. ആ സാധ്യത പൂർണ്ണമായി അവർക്ക് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. ആ പ്രണയപൂർണതയുടെ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് എവിടെയോ ആ കവിയുടെ ലോകത്ത് തന്നെ അവർ അപ്രത്യക്ഷമായി എന്നാണ് എനിക്ക് തോന്നാറ്. ഇത്രയും നേരം നമ്മൾ സൂഫി കഥകളെക്കുറിച്ചും സൂഫി രചനകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. ഇനി ആക്ച്വലി ഇപ്പൊ എന്ത് ടീച്ചറാണോ അതോ കുടുംബം, അതൊക്കെ ഒന്ന്? ഇപ്പൊ ഞാൻ എഴുത്തിലാണ്, ഈ സമയത്ത് എഴുത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ എഴുതാനുള്ള ഈ മേഖലയിൽ ഒരുപാട് രചനകൾ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഒരു സൂഫി, ഒരു റൂമിയുടെ ആ ദർശനങ്ങളെ ലോകത്തിന് സമ്മാനിക്കുന്ന ഒരു കേന്ദ്രം, അതിനുവേണ്ടിയുള്ള ഒരു പ്രയത്നത്തിലാണ് ഇപ്പോൾ. അതിൻ്റെ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ ഭാവുകങ്ങളും. തീർച്ചയായിട്ടും. നമ്മോടൊപ്പം ഇന്ന് ഉണ്ടായിരുന്നത് സൂഫി മിസ്റ്റിക് സാഹിത്യത്തിലും സൂഫി രചനകളിലും പ്രത്യേക സവിശേഷ രചന നടത്തുന്ന സിദ്ദിഖ് മുഹമ്മദാണ്. സിദ്ദിഖ് മുഹമ്മദിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഇന്നത്തെ നമസ്തേ കേരളം ഇവിടെ പൂർണ്ണമാകുന്നു. ജയ് ഹിന്ദ്.